Divisional Accountant Officer, Important Question Discussion, Chapter 9, Part 3. കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഇതിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ഇന്നത്തെ പാർട്ടിൽ നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് മറയ്ക്കാൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പാർട്ടിൽ നമുക്ക് പഠിക്കേണ്ടത് ഒബ്ജക്റ്റീവ്സ് ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഒന്നാമത്തേത്, ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റും സർവീസസും എന്ത് ചെയ്യുക, അസർട്ടൈൻ ചെയ്യുക. കോസ്റ്റ് അല്ലെങ്കിൽ സർവീസസിൻ്റെയോ പ്രോഡക്റ്റിൻ്റെയോ കോസ്റ്റ് എന്ത് ചെയ്യുക, അസർട്ടൈൻ ചെയ്യുക. 2, ടു എയ്ഡ് ദ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസസ് ഓർ കൊട്ടേഷൻ ഫോർ ടെൻഡേഴ്സിന് എന്ത് ചെയ്യുക, കൊട്ടേഷൻ നമുക്ക് ഫിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനോ ഉപയോഗിക്കാം, കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഒരു പ്രോഡക്റ്റിന് 10 രൂപ, ഒരു സോപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്ക് 10 രൂപയാണ് അത് കോസ്റ്റ് ആയിട്ടുള്ളതെങ്കിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഒരു 15 രൂപയാകാം. 5 രൂപ പ്രോഫിറ്റും കൂടെ നോക്കി 15 രൂപയെന്ന് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 3, ടു അനലൈസ് ആൻഡ് ക്ലാസിഫൈ ദ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ എന്താണ്, അനലൈസ് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും ഒരു പ്രോഡക്റ്റിനകത്ത് ഉണ്ടായിരിക്കുന്ന ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിനെ അനലൈസ് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും എന്ത് ഹെൽപ്ഫുള്ളാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്ഫുള്ളാണ്. 4, ടു ഐഡൻറ്റിഫൈ കാസസ് ഓഫ് വേജസ് ആൻഡ് അപ്ലൈ അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു ചെക്ക് ദ വേസ്റ്റേജ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിച്ച് നമുക്ക് വേസ്റ്റേജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുള്ള കാരണം, വേസ്റ്റേജ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് 5ാമത്തെ, ടു കൺട്രോൾ ദ കോസ്റ്റ് ഓഫ് അനാലിസിസ് ആൻഡ് കമ്പാരിസൺ. കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ്, കോസ്റ്റ് എവിടെയാണ് കൂടുതൽ അല്ലെങ്കിൽ കുറവ് എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതിനെ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാനും പറ്റും. നെക്സ്റ്റ് 6ാമത്തെ, ടു കമ്മ്യൂണിക്കേറ്റ് ദ മാനേജേഴ്സ് ഓൾ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ കോസ്റ്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് ദ മാനേജീരിയൽ ഡിസിഷൻസ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് ടോപ്പ് മാനേജ്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. മാനേജീരിയൽ പേഴ്സൺസിന് ഒരു പ്രോപ്പർ ഡിസിഷൻസ് എടുക്കാനും അതനുസരിച്ച് ഡിസിഷൻ എടുക്കാനും പറ്റുന്നുണ്ട്. 7, ടു ജഡ്ജ് ദ റിലേറ്റീവ് എഫിഷ്യൻസി ഓഫ് different departments, branches, production unit, plant and machinery and devices means increase for the productivity. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളും ബ്രാഞ്ചസും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ പ്രൊഡക്ഷൻ യൂണിറ്റിലും പ്ലാന്റ് ആൻഡ് മെഷീനറിയിലും അവർ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഒക്കെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതാണോ എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. എന്തുപയോഗിച്ചിട്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിച്ചിട്ട്. 8ാമത്തെ, ടു പ്രൊഡ്യൂസ് പ്രോഡക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് ബൈ മാനേജ്മെൻറ്റ് ഫോർ എ ഇൻട്രീം റിവ്യൂ ഓഫ് പ്രൊഡക്ഷൻ, സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഓർ ടു പ്ലാൻ ഫ്യൂച്ചർ ആക്ടിവിറ്റീസ്. അപ്പം നമുക്ക് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാനേജ്മെൻറ്റിന് ഒരു ഇൻട്രീം പീരീഡിൽ പ്രൊഡക്ഷനെ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. സെയിൽസും പ്രോഫിറ്റും ഒക്കെ ഫ്യൂച്ചറിൽ എത്ര കിട്ടും അല്ലെങ്കിൽ ആ ആക്ടിവിറ്റീസിനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഇപ്പോഴേ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. ഉപയോഗിച്ചിട്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിച്ചിട്ട്. നെക്സ്റ്റ് 15, ദ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എസ്റ്റാബ്ലിഷ്ഡ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്. അപ്പം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് വെച്ചിട്ട് നമുക്ക് എന്താണെന്ന് പറയാം, അക്കൗണ്ടിങ്ങിൻ്റെ ഒരു എസെൻഷ്യൽ ബ്രാഞ്ച് തന്നെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കീ ടു എക്കോണമി ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടെക്നിക് ഫോർ എൻഷുറിങ് എഫിഷ്യൻസി ഇൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്കണോമിയിൽ ഒരു കീ ടു എക്കോണമിയാണ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കീ എക്കോണമി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് പ്രവർത്തിക്കുന്നത്. ഒരു എസെൻഷ്യൽ ടെക്നിക്കായിട്ടും ഇവിടെ ടു ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ദി മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി കൂട്ടാനും ഇതൊരു ടെക്നിക്കായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു ടെക്നിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഇത്രയും നേരം ഇതിൻ്റെ പഠിച്ചുകൊണ്ടിരുന്നത്, മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്: ടു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് പ്രൊഡക്ഷൻ, കോസ്റ്റ്, മെറ്റീരിയൽ, ലേബർ, സ്റ്റോർ, പ്ലാന്റ് കപ്പാസിറ്റി എക്സെട്ര വിച്ച് അസിസ്റ്റ് ഔട്ട് പ്ലാനിങ്. അപ്പോൾ പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിച്ചിട്ട് നമുക്ക്
ഇൻഫർമേഷൻ കണ്ടിന്യൂ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിങ് പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എന്തിലൊക്കെയാണ്? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ലേബർ, സ്റ്റോർ, പ്ലാന്റ് കേപ്പബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നമുക്ക് കണ്ടിന്യൂ ഫ്ലോ ആയിട്ട് കിട്ടും. ഇത് നമുക്ക് അസിസ്റ്റ് ചെയ്യാം, ടോപ്പ് മാനേജ്മെൻറ്റിന് അതനുസരിച്ച് പ്ലാൻ ചെയ്യാനൊക്കെ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, കംപ്ലീഷൻ ഓഫ് കറക്റ്റ്നെസ് ആൻഡ് റിലയബിൾ കോസ്റ്റ് ഡേറ്റ. അപ്പോൾ കോസ്റ്റ് ഡേറ്റ എന്താ, കറക്റ്റും ആയിരിക്കും റിലയബിളും ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്തിലുള്ളത്, നമ്മുടെ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് 32ാമത്തെയാണ് നോക്കിയത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസിൽ വരുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അൺപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി, ലോസ് ഓഫ് വേസ്റ്റേജസ് ഓഫ് റിസോഴ്സസ്, ഒബ്സലേറ്റ് മെഷീനറി ആൻഡ് പോയിൻ്റ് ഓഫ് ഇൻഎഫിഷ്യൻസി വിച്ച് ഡിമാൻഡ്സ് എ ക്വിക്ക് റെമഡിയൽ ആക്ഷൻസ്. അപ്പോൾ നമുക്ക് എവിടെയാണ് അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏരിയ, കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മാനുഫാക്ചറിങ് ഫേമിൽ എവിടെയാണ് അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നത്, ലോസസ്, വേസ്റ്റേജസ് ഓഫ് റിസോഴ്സസ് എവിടെയാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കൂടാതെ ആ ഇൻഎഫിഷ്യൻസിക്കുള്ള കാരണം എന്താണെന്ന് നോക്കി അതിന് ക്വിക്കായിട്ട് റെമഡിയൽ ആക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. എന്തുപയോഗിച്ചിട്ട്? കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിച്ചിട്ട്. 4ാമത്തേത് പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റിംഗ് ആൻഡ് ബിസിനസ് ഫോർകാസ്റ്റിംഗ്. നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു ബഡ്ജറ്റ് ഇടാം, ഇത്ര കോസ്റ്റ് ആവും എന്നും പറഞ്ഞൊരു ബഡ്ജറ്റ് ഇടാം. നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാം. ബിസിനസ് ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനുകൾ നമുക്ക് ഇന്നേ എടുക്കാം. അതാണ് ബിസിനസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് ആൻഡ് ബിസിനസ് ഫോർകാസ്റ്റിംഗ്. 5, മെഷർമെൻറ്റ് ഓഫ് എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻസ് ത്രൂ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ആൻഡ് അനാലിസിസ് ഓഫ് വേരിയൻസ്. അപ്പോൾ എന്താണ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അവരുടെ ഓപ്പറേഷൻസിൽ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, വേരിയേഷൻ ഉണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. എന്തുപയോഗിച്ച്? കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിച്ച്. 6ാമത്തേത് ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്ര രൂപയ്ക്ക് സെല്ല് ചെയ്യണമെന്ന് നിശ്ചയിക്കാൻ എന്തുപയോഗിച്ച് പറ്റും? കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിച്ച് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 17ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ഒന്ന്, എക്സ്പെൻസീവ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പം എക്സ്പെൻസീവ് ആണ്. കാരണം ഒരു ഫേമിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നൊരു അക്കൗണ്ടൻറ്റ് കാണാം. ആ ആൾക്ക് നമ്മൾ സാലറി ഒക്കെ കൊടുത്തായിരിക്കും ഇരുത്തിയേക്കുന്നത്. ഇപ്പോൾ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിനെ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ പുള്ളിക്കാരന് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയിക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, സാലറി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസീവാണ്. നെക്സ്റ്റ്, ഡിപ്പെൻഡിങ് ഓൺ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. അപ്പം എപ്പോഴും കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കോസ്റ്റിനെ അനലൈസ് ചെയ്ത് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം മാനേജ്മെൻറ്റിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യാൻ. കാരണം മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ ഏതാണ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അത് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കിട്ടുന്നുണ്ട്. സോ ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം മാനേജ്മെൻറ്റ്. പിന്നെന്താ 4ാമത്തത്, കോസ്റ്റ് അക്കൗണ്ടിങ് ലാക്സ് യൂണിഫോം പ്രൊസീജിയേഴ്സ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് എന്തില്ല, ഒരു യൂണിഫോം പ്രൊസീജിയർ ഒന്നുമില്ല. നമുക്ക് സ്ഥിരമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊസീജിയറുകളൊന്നുമില്ല പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണോ കിട്ടുന്ന ഡേറ്റ വെച്ച് നമ്മളങ്ങ് പ്രിപ്പയർ ചെയ്യുകയാണ്. 5ാമത്തെ, പ്രോബ്ലം ഓഫ് റെക്കഗ്നൈസിങ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്. അപ്പം ഒരു പ്രോഡക്റ്റിലുണ്ടാകുന്ന കോസ്റ്റ് എത്രയാണ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനും അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നിന്നും റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ എന്താണ്, വളരെ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് 6, പ്രോബ്ലം ഓഫ് അപ്രോപ്രിയേറ്റ് ബ്ലെയിം ഓഫ് ഇൻഎഫിഷ്യൻസി നമുക്കൊരു അപ്രോപ്രിയേറ്റഡ് ഒരു പ്രോബ്ലം തന്നെയാണ് ഇതിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. അപ്പോൾ ഇത്രയും ലിമിറ്റേഷൻസ് ആണ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ എന്തിൻ്റെയൊക്കെ ഡിഫറൻസ് ആണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ട് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് താഴെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോക്കാം. ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ടു ഷോ ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പം നമുക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സെക്കൻഡ്, കോസ്റ്റ് അക്കൗണ്ടിങ്, റെക്കോർഡിംഗ് ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് എ സർവീസസ്. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനും സർവീസ് റെൻഡർ ചെയ്യാനും എടുക്കുന്ന കോസ്റ്റ് എത്രയാണ് എന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ടു അസർട്ടൈൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി അണ്ടർടേക്കിംഗ് ആൻഡ് ടു എക്സിബിറ്റ് ഇറ്റ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ.
ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത് പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻ ചെയ്യാനും അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എത്രയുണ്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് എന്ത് മാനേജ്മെൻറ്റിന് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കാനും ഹെൽപ്ഫുള്ളാവുന്നുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ദേ ആർ കെപ്റ്റ് ആസ് പെർ കമ്പനീസ് ആക്ട് ആൻഡ് ഇൻകം ടാക്സ് ആക്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മുടെ ആക്റ്റുകളെല്ലാം ഫോളോ ചെയ്യണം. കമ്പനി ആക്ട് ഫോളോ ചെയ്യണം, ഇൻകം ടാക്സ് ആക്റ്റൊക്കെ ഫോളോ ചെയ്യണം. കാരണം ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ദ കമ്പനിയാണ്. ഔട്ട്സൈഡ് ദ കമ്പനിക്ക് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് ഇത്ര രൂപ ടാക്സ് കൊടുക്കണം, ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഈ ഔട്ട്സൈഡും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മെയിൻലി ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സിന് വേണ്ടി കൂടെയാണ്. മെയിൻലി നമ്മുടെ എന്താ റിക്വയർമെൻ്റ് എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് അറിയണം എവിടെയാണ് കോസ്റ്റ് കൂടുന്നത്. അതിന് വേണ്ടിയാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഇൻറ്റേർണൽ പർപ്പസിന് വേണ്ടിയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ദീസ് ആർ പ്രിപ്പയർഡ് ബൈ ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റ്. ഫിനാൻഷ്യൽ അക്കൗണ്ടൻ്റ് ആണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും പ്രിപ്പയർ ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് സെപ്പറേറ്റ് പേഴ്സണാണ്. കോസ്റ്റ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നൊരു പൊസിഷനിലുള്ള ആളാണ് എന്ത് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡിംഗ് ദി എക്സ്പെൻസസ് വിച്ച് ഹാവ് ഓൾറെഡി ബീൻ ഇൻകേർഡ്. അപ്പോൾ നമുക്ക് ഓൾറെഡി വന്നിട്ടുള്ള എക്സ്പെൻസസുകൾ മാത്രമേ എവിടെ എൻട്രി ചെയ്യത്തുള്ളൂ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എൻട്രി ചെയ്യത്തുള്ളൂ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിലോ അത് ഗീവ് ഇമ്പോർട്ടൻസ് ടു എസ്റ്റിമേറ്റ് ദ ഫ്യൂച്ചർ എക്സ്പെൻസസും നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. എവിടെ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇമ്പോർട്ടൻസ് ടു എസ്റ്റിമേറ്റ്, അവിടെ ഈ ഫ്യൂച്ചർ എക്സ്പെൻസസിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ. റവന്യൂ നേച്ചറിലും ക്യാപിറ്റൽ നേച്ചറിലുമുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ എവിടെ എൻട്രി ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എൻട്രി ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിലോ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ അക്കോർഡിംഗ് ടു ദെയർ പർപ്പസ് ഫോർ വിച്ച് ദ കോസ്റ്റ് ആർ ഇൻകേർഡ്. നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻസ് മാത്രമേ എവിടെ എടുക്കുകയുള്ളൂ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എടുക്കുകയുള്ളൂ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ദ സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് വാല്യൂ, നമ്മുടെ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഇൻവെൻറ്ററി വാല്യൂ, സ്റ്റോക്ക് എന്നതിൻ്റെ വേറൊരു പേരാണ് ഇൻവെൻറ്ററി. അപ്പോൾ ഇൻവെൻറ്ററി വാല്യൂ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ എങ്ങനെയാണ് എടുക്കുന്നത്, നമ്മുടെ കോസ്റ്റ് പ്രൈസും അല്ലെങ്കിൽ എന്താണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ലോവർ, ഏതാണോ കുറവ്, ഏതൊക്കെയാണ് കോസ്റ്റ് പ്രൈസ് ആണോ കുറവ്, നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണോ കുറവ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇൻവെൻറ്ററി വാല്യൂ ചെയ്യുന്നത്, സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിലോ ഇൻവെൻറ്ററി അഥവാ സ്റ്റോക്ക് ഈസ് യൂഷ്വലി വാല്യൂഡ് അറ്റ് കോസ്റ്റ്. അപ്പം ഇൻവെൻറ്ററിയോ സ്റ്റോക്കോ നമ്മൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്, യൂഷ്വലി വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വാല്യൂ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ. നെക്സ്റ്റ് ഡിഫറൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അതിൻ്റേതായ ഒരു ഇൻഡിപെൻഡൻസി അവർ നോക്കുന്നുണ്ട്. ഒന്നിനെയും ബേസ് ചെയ്തിട്ടുകൊണ്ടല്ല നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എഴുതുന്നത്. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഇൻ നേച്ചർ ഫിനാൻഷ്യൽ അക്കൗണ്ട്. നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫോർ ഇൻഫർമേഷൻ. നമുക്കറിയാം കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ, അവിടെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയേ പറ്റത്തുള്ളൂ. സോ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് ഇൻ നേച്ചറാണ്. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കോസ്റ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കിയത് ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, പിന്നെ എന്താ നമ്മൾ നോക്കിയത്, പിന്നെ നമുക്ക് ഡിഫറൻസ് ആണ് നമ്മൾ നോക്കിയത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പിന്നീട് നമ്മൾ നോക്കിയത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര പോർഷനേ ഉള്ളൂ. താങ്ക് യു.